സൗദി അറേബ്യ 2017 ശേഷം വലിയ രീതിയിൽ പുരോഗമനത്തിന്റെ പാതയിലാണ്. പെട്രോൾ എന്ന് പറയുന്ന തങ്ങളുടെ നിധി, അതിന്റെ ശേഖരം അത് അവസാനിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, പെട്രോൾ എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ സോഴ്സ് ആണെങ്കിലും ഇനി പെട്രോൾ ഫോസിൽ ഫ്യൂവലിലൂടെ ഉണ്ടായി വരാൻ തന്നെ വളരെ വലിയ സമയമെടുക്കും. പോരാത്തതിന് ഇപ്പോൾ ഇന്ത്യയും ചൈനയും അടക്കമുള്ള സകല രാജ്യങ്ങളും ഇലക്ട്രിക് വിപ്ലവത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. തങ്ങൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് സൗദി അറേബ്യക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നിയോം സിറ്റി അടക്കം നിർമ്മിച്ച് സൗദി അറേബ്യ വലിയ രീതിയിൽ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റത്തിന് ഒരുങ്ങുകയാണ്. അതിൽ സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജകുമാരൻ 2017 അധികാരത്തിലേറിയപ്പോൾ സ്ത്രീകൾക്കടക്കം വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം സൗദിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ വലിയ അമർഷവും സൗദിക്കകത്ത് പുകയുന്നുണ്ട്. അതിൽ തുടർന്നാണ് റൊണാൾഡോയെ അടക്കം അൽ നാസർ ക്ലബിൽ അവർ എത്തിച്ചത്. പോരാത്തതിന് സൗദി അറേബ്യ പുരോഗമനത്തിന്റെ പാത പിന്തുടരുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ വസ്ത്രം അവർ തന്നെ തീരുമാനിക്കും എന്നാണ് സൗദി രാജകുമാരൻ പറയുന്നത്. ഇത് വലിയ ഞെട്ടലാണ് മതമൗലികവാദികൾക്കിടയിൽ ഉണ്ടാക്കിയത്. പോരാത്തതിന് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ചരിത്രത്തിലാദ്യമായി സൗദി അനുവദിച്ചു. ലൈസൻസ് ഉണ്ടെങ്കിൽ മദ്യപാനവും നടത്താം എന്നുള്ള നിയമം കൂടെ വന്നതോടുകൂടി സൗദി അറേബ്യ ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് മൂക്കത്ത് വിരൽ വെച്ച് അൽ ജസീറ അടക്കം നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിനിടയിലാണ് സൗദി രാജകുമാരന്റെ പ്രോക്സി സാൽമറോ ഡെ മുണ്ടെ എന്ന് പറയുന്ന ഒരു പെയിന്റിംഗ് വാങ്ങിക്കുന്നത്. ആ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തു ആയിരുന്നു. ഒരു ഇസ്ലാമിക രാജ്യം എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പെയിന്റിംഗ് വാങ്ങിക്കുന്നത് എന്ന ചോദ്യത്തിന് സൗദി രാജകുമാരൻ കൊടുത്ത മറുപടി, പാരീസിലെ ലൂസിയ മ്യൂസിയത്തിൽ ഇരിക്കുന്ന മൊണാലിസയുടെ പെയിന്റിംഗ് നിങ്ങൾ നോക്കുക. അത് കാണാൻ എത്ര ആൾക്കാരാണ് അവിടെ വരുന്നത് എന്ന് നിങ്ങൾ നോക്കുക. അത് എത്ര അധികം വരുമാനമാണ്, റവന്യൂ ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ സൗദിക്കും അതേ രീതിയിൽ വളരണ്ടേ? ആ വരുമാനം വേണ്ടേ? എത്ര നാളെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ മത നിയമങ്ങളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. മത പോലീസിനെയും അവിടെ താരതമ്യേന കുറച്ചു വരികയാണ്. അതിനിടയിലാണ് 2034 സൗദി അറേബ്യ ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയായിരുന്നു. ഈ ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഖത്തറിന് ഭീകര രാജ്യം എന്ന് പറഞ്ഞൊരു പേരുണ്ട്. ആ പേരിൽ നിന്ന് ആ ഇമേജ് ഒന്ന് മാറ്റിക്കിട്ടാൻ ഖത്തർ ആഗ്രഹിച്ചു. അങ്ങനെ ഖത്തറിലേക്ക് ഫുട്ബോൾ ലോകകപ്പ് എത്തി. പക്ഷേ അവിടെ ഈ വിവാദങ്ങൾ ഖത്തറിനെ വിട്ടുനിന്നില്ല. ഖത്തർ മദ്യം വിളമ്പാൻ മടിച്ചു എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട വിവാദം. ഖത്തർ മദ്യം വിളമ്പാൻ മടിച്ചെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ഒടുവിൽ ഖത്തർ ബിയർ വിളമ്പാനായി അവിടെ തീരുമാനിക്കുകയായിരുന്നു. ഖത്തറിന്റെ എല്ലാ രീതിയിലുള്ള കൺവെൻഷണൽ നിയമങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് മദ്യം ഒടുവിൽ വിളമ്പുക തന്നെ ചെയ്തു. ഖത്തർ ബിയർ വിളമ്പി പരമ്പരാഗത യാഥാസ്ഥിതികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും തകർക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതേസമയം സൗദിയിലേക്ക് വരുമ്പോൾ മദ്യപാനം കർശനമായി നിരോധിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സൗദി അറേബ്യയിലെ മിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും മദ്യപാനം നിരോധിച്ചിട്ടുണ്ട്. 2026 ബഡ് വൈസർ എന്ന് പറയുന്ന ബിയർ ആയിരുന്നു ഖത്തറിൽ താരമായി മാറിയത്. കാരണം അവിടേക്ക് ടൂറിസ്റ്റുകളെ എത്തിക്കാൻ ബഡ് വൈസർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. എന്നാൽ ഓപ്പണിങ്ങിന് 3 ദിവസം മുമ്പ് ഖത്തർ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോയി. വലിയ പ്രതിഷേധമുണ്ടായി. ഒടുവിൽ സ്റ്റേഡിയങ്ങളിലെ ആഡംബര സ്യൂട്ടുകളിലും ഹോട്ടലുകളിലും അടക്കം മദ്യം അഥവാ ലിക്കർ വിളമ്പാനുള്ള തീരുമാനം ഖത്തർ എടുത്തു. എന്നാൽ സൗദിയിലേക്ക് വരുമ്പോൾ മദ്യം നൽകാത്ത ഡസൺ കണക്കിന് കായിക മത്സരങ്ങൾ സൗദി അറേബ്യ വലിയ രീതിയിൽ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് സൗദിയുടെ വാദം. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ മദ്യം വിളമ്പും എന്ന റിപ്പോർട്ടുകൾ, എന്ന സൂചനകൾ പുറത്തു വരുന്നു. 2034 ടൂറിസ്റ്റുകളെ കൂടുതലായി ആകർഷിക്കാൻ, ഇനി ടൂറിസ്റ്റ് വരുമാനം ആകർഷിക്കാനായി സൗദി അറേബ്യയിൽ അവിടെ വേൾഡ് കപ്പ് വരുമ്പോൾ മദ്യം സൗദിയിൽ വിളമ്പും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വേറൊരു വലിയ കാര്യം കൂടെ സൗദി വേദിയാകുകയാണ്, അല്ലെങ്കിൽ അരങ്ങൊരുങ്ങുകയാണ്. സൗദിയിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും സ്റ്റേഡിയത്തിൽ വേർതിരിച്ചിരുത്തുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. സൗദിയിൽ അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. അതായത് തീർത്തും പുരോഗമനത്തിന്റെ പാതയിലേക്ക് സൗദി പോവുകയാണ്. 2024 മെയ്യിലടക്കം സൗദിയിൽ ഒരു ഫാഷൻ ഷോ നടന്നു. നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ആ ഫാഷൻ ഷോ എന്ന് പറയുന്നത് അർദ്ധനഗ്നയായിട്ടുള്ള തരുണീമണികൾ അരങ്ങിൽ റാമ്പ് വാക്ക് ചെയ്യുന്ന സ്വിം സ്യൂട്ട് ധരിച്ചുള്ള ഫാഷൻ ഷോ ആയിരുന്നു. സൗദിയിൽ എങ്ങനെ ഈ ഫാഷൻ ഷോ നടത്താൻ പറ്റും എന്ന് പലരും മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. സൗദി പുരോഗമനത്തിന്റെ പാതയിലേക്ക് പോവുകയാണ്. അപ്പോൾ 2034 സൗദി വേൾഡ് കപ്പിന്, അതായത് ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയാകുകയാണെങ്കിൽ പെട്രോൾ മാത്രമല്ല, സൗദിയിൽ എത്തുന്ന ടൂറിസ്റ്റുകളുടെ സിരകളിലൂടെ ആനന്ദ ലഹരിയായി മദ്യവും ഒഴുകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.